ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അതന്നെ ചെയ്യാൻ വിചാരിച്ചു. ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാലപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഈ ചെമ്മീൻ കാണുമ്പോണ്ടല്ലോ എനിക്ക് എപ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. അതെന്താണെന്നറിയാം, പണ്ട് ചെമ്മീൻ കറി ഉമ്മ ഉണ്ടാക്കുമ്പോണ്ടല്ല നമുക്കിങ്ങനെ കറക്റ്റ് അളവിലായിരിക്കും നമുക്ക് രണ്ടാക്കും തരില്ല. അതായത് എൻ്റെ പേർക്ക് 2 മക്കളാണ്. അപ്പോൾ എനിക്ക് എത്ര തന്നോ അത്ര തന്നെ നോക്കും ചെമ്മീൻ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളവിടെ അടിയാവും. അപ്പോൾ ഈ സെയിം കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിബ്ലിങ്സിനെയോ അല്ലെങ്കിൽ കസിൻസിനെയോ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ കഥയിലൊന്ന് സൈഡാക്കി നമുക്ക് കുക്കിങ്ങിലോട്ട് ആദ്യം പോവാം. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലപോലെ മുറിച്ച് വെച്ചു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി ഇങ്ങനെ മുറിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ഇതെല്ലാം മുറിച്ച് കഴിയുമ്പോൾ അതൊന്ന് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ അത് ഫ്രൈ ആയതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കുറച്ചിങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് ഉള്ളി ഇടുന്നത്. ഉള്ളിയും കൂടി കുറച്ച് വാടി വന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള തക്കാളി പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടു. അതിന് മുമ്പ് ഞാനില്ലേ മറ്റേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിന് കേട്ടോ, അതെനിക്ക് പറയാൻ വിട്ടുപോയി. എന്നിട്ട് അതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും അതിലോട്ട് ഇട്ടു. പിന്നെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ലേശം വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു. പിന്നെ ആദ്യം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി അതിലോട്ട് ഇട്ടു. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്ന ശേഷം കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീൻ കൂടി അതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അങ്ങനെ അടിച്ച് വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ല നല്ലൊരു മണമാണ് നമുക്ക് കിട്ടിയത്, നല്ല രസം. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചോറ് അതിലോട്ടിട്ട് കുറച്ച് ചെമ്മീൻ കറിയാക്കിയത് അതും കൂടി അതിലോട്ടിട്ട് പിന്നെ കുറച്ച് ചീരവറവ് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചു. പിന്നെ ചീരൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു അതും കൂടി വെച്ച് പിന്നെ കുറച്ച് മാങ്ങയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഞാനത് കഴിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.